ഹലോ, വൈകുന്നേരമായി 3:30 4 മണിയാകുമ്പോൾ പിള്ളേർ സ്കൂളിൽ നിന്ന് എത്തും. അപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഒന്നുമില്ല, കുറച്ച് ഹക്ക നൂഡിൽസ് ഉണ്ടായിരുന്നു, കുറച്ച് പാസ്ത ഉണ്ടായിരുന്നു. അതൊന്ന് വെള്ളത്തിലിട്ട് ഉപ്പും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുത്തു. അതിനുശേഷം പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഒട്ടിപ്പിടിക്കുമൊന്നുമില്ലല്ലോ. എന്നിട്ട് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഇതിലിടാൻ വേണ്ടി ഒന്നുമില്ല. ആകെയുണ്ട് ക്യാരറ്റും വെളുത്തുള്ളിയും മാത്രം. പിന്നെ സവാളയൊന്നും ഇതിലിട്ടാൽ ആ സവാളയുടെ മണമൊക്കെ ഉണ്ടാവും. പിന്നെ വേണ്ടത് ക്യാപ്സിക്കാണ്, അതില്ലതാനും. അപ്പം ഞാൻ ആ ഉള്ളത് വെച്ച് ഓണം പോലെ എന്നുള്ള രീതിയിൽ അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുത്തു. ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും. അപ്പോൾ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തു. അതിനുശേഷം ക്യാരറ്റും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ക്യാരറ്റും ജസ്റ്റ് ഒന്ന് വെന്ത് വരണം, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് പാലും കൂടി എടുത്ത് ഒന്ന് കുറുക്കിയെടുക്കാം. പാലൊഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഒരു 1/2 ഗ്ലാസ് പാലൊക്കെ മതിയാവും. അതിനുശേഷം അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, ചില്ലി ഫ്ലെക്സ് അതൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഹക്ക നൂഡിൽസ് ഉണ്ടല്ലോ, പ്ലെയിൻ നൂഡിൽസ്, അതും പാസ്തയും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒറിഗാനോ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഇടേണ്ടത് ചീസാണ്. ഭാഗ്യത്തിന് ചീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചീസും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതൊരു 1 മിനിറ്റ് ഒന്ന് അടച്ചു വിട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് സെറ്റാവാനാണ്. ആ സമയം കൊണ്ട് ഞാൻ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട് ഫ്രിഡ്ജിലേക്ക്. ബട്ടറൊക്കെ അപ്പം നല്ല മണമൊക്കെ വന്നു, നല്ല പാലൊക്കെ കുറുകി ഒന്ന് സെറ്റായി, ചീസും പാലും ഒക്കെ. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് ഉപ്പും ഒക്കെ ഉണ്ടോയെന്ന്. എരിവ് കുറവാണെങ്കിൽ നമുക്ക് പെപ്പർ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കാം. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ. വൈകുന്നേരമൊക്കെ വയറൊന്ന് ഫില്ലാവുകയും ചെയ്യും. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു എനിക്ക്. ഇതിൽ ചിക്കനൊക്കെ ഇട്ടാൽ അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഈസി ആയിട്ടുള്ള റെസിപ്പിയുമായി കാണാം കേട്ടോ. ബൈ.